അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഭൂരിപക്ഷ പ്രീണനമാണ്. അതിന് CPM-ന് ഒരു തിയറിയുണ്ട്. 96-ൽ EMS വളരെ ഫലപ്രദമായ ഒരു ഭൂരിപക്ഷ പ്രീണനം നടത്തി. തിരഞ്ഞെടുപ്പിന് മുമ്പ് ഭയങ്കരമായി നടത്തി. മുല്ലയ്ക്കും മുക്രിക്കും പെൻഷൻ കൊടുത്തു, കരുണാകരൻ സർക്കാർ തുടങ്ങിയുള്ള വലിയ ആക്ഷേപം വളരെ മൈനോറിറ്റിയെ ആക്രമിച്ചുകൊണ്ട് അന്നത് വിജയിച്ചു. പക്ഷേ അന്ന് BJP ഒന്നും ഇല്ല കേരളത്തിൽ കാര്യമായിട്ട്. ഇപ്പോൾ BJPയുടെ പ്രസൻസ് ഉണ്ട്. ഇപ്പോൾ ഈ BJP പറയുന്ന അതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭൂരിപക്ഷ പ്രീണനം നടത്തിയാൽ അതിൻ്റെ ബെനഫിഷ്യറി BJP ആയിരിക്കും, CPM ആയിരിക്കില്ല. ഞാനീ പറയണത് എഴുതി വെച്ചു. ഇപ്പം CPM തീക്കൊള്ളി കൊണ്ട് തലചൊറിയാണ്. ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുണ്ട്. ഭൂരിപക്ഷ പ്രീണനമില്ല, ന്യൂനപക്ഷ പ്രീണനമില്ല, രണ്ടുമില്ല, രണ്ടും ചെയ്യില്ല. ഞങ്ങൾ വർഗീയമായ നിലപാടെടുക്കില്ല. ഞങ്ങൾ വോട്ട് കിട്ടാൻ വേണ്ടി വേണ്ടാത്ത പണിക്ക് പോവില്ല. ഞങ്ങൾ നിലപാടാണ്, ഞങ്ങൾക്ക് അഭിമാനമാണ്. UDF എന്ന് പറയുന്നത് നിലപാടുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, നിലപാടാണ്. ഒരു വെള്ളം ചേർക്കില്ല. ജനങ്ങളത് മനസ്സിലാക്കി ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. നിലമ്പൂരിലേക്ക് വരുമ്പോൾ നിലമ്പൂരിലെ വികസന പ്രവർത്തനങ്ങൾ പലതും ചർച്ചയാവുന്നുണ്ട്. അത് ആര്യാടൻ മുഹമ്മദിന് ശേഷമുള്ള ആ വികസന പ്രശ്നങ്ങൾ അതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് ഞങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു നെറേറ്റീവാണ് ഞങ്ങളുടെ. അത് ഞങ്ങൾ നന്നായി ക്യാമ്പയിൻ ചെയ്യും. ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അതിന് തുടക്കമിട്ടു. കഴിഞ്ഞ 9 വർഷമായി ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നടക്കുന്ന വികസന മുരടിപ്പ്, ആര്യാടന് ശേഷമുള്ള ഒരു ഗ്യാപ്പ് തീർച്ചയായിട്ടും ഞങ്ങൾ ചർച്ചയാകും തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തോടൊപ്പം. ഇപ്പോൾ പാർട്ടി മുന്നണി സെറ്റപ്പ് എങ്ങനെയാണ് ഈ ഇതിൽ വർക്കൗട്ട് ചെയ്യുന്നത് ഇലക്ഷൻ ക്യാമ്പയിനിൽ? ഇത് ഒരു അസാമാന്യമായൊരു ബ്ലെൻഡാണ് മലപ്പുറത്ത്. നിങ്ങൾക്ക് എൻ്റെ ഫീൽഡിൽ നിന്നും ഇന്നലത്തെ കൺവെൻഷനിൽ നിന്നും മനസ്സിലായല്ലോ. പണ്ടൊന്നും അത്ര സുഖകരമല്ലാതിരുന്നൊരു ജില്ലയാണ് 2019-20 വരെയൊക്കെ, എസ്പെഷ്യലി നിലമ്പൂർ, മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിൽ. ഇപ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ അന്നൊക്കെ 10-35 പഞ്ചായത്തുകളിൽ പ്രശ്നമാണ് ലീഗും കോൺഗ്രസും തമ്മിൽ. എപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രത്യേക ചർച്ച ഉണ്ടാവും ഇതിനെക്കുറിച്ച് പരിഹരിക്കാൻ. ഇപ്പോൾ മലപ്പുറം ജില്ലയിലല്ല, കേരളത്തിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് കോൺഗ്രസ് ലീഗും തമ്മിൽ തർക്കമുണ്ടോ? ഉണ്ടോ? എല്ലായിടത്തും തർക്കം സെറ്റില്ല. ഞങ്ങൾ ചെറിയ കാര്യത്തിൽ ഒരു ഇടപെട്ട്. ഇപ്പോൾ ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുള്ളൊരു ബ്ലെൻഡ് ഉണ്ട്. രണ്ടാം നിര നേതാക്കന്മാർ, മുകളിലുള്ള നേതാക്കന്മാരുണ്ട്. രണ്ടാം നിര നേതാക്കന്മാർ ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണ്. കോൺഗ്രസിലെയും ലീഗിലെയും യുവജന നേതാക്കൾ അവരാണ് ഈ ഇലക്ഷൻ ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നത്. ഞങ്ങളൊക്കെ ഇങ്ങനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് അവരാണ് ഇലക്ഷൻ നടത്തുന്നത്. കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും രണ്ടാം യുവനിരയാണ് നിലമ്പൂരിലെ ഇലക്ഷൻ്റെ മുന്നണി പടയാളികൾ. എല്ലാവരും ഉൾപ്പെടെ അവരുടെ MLA-മാർ, ഒരു നീണ്ട നിര, അവരുടെ MLA-മാർ, നല്ല ഒരു ടീമിനെയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ ദിവസം കൂടിയിട്ട് അലോട്ട് ചെയ്തത്.